ചേട്ടാ, നമ്മുടെ കേരള രാഷ്ട്രീയം വളരെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. രണ്ട് മുന്നണികളും ബി ജെ പിയും 3 തലങ്ങളിൽ നിന്ന് മത്സരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി രംഗത്തേക്ക്. അതിൽ ഇപ്പോൾ ബി ജെ പി ക്രമാനുഗതമായി വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. നമുക്ക് മനസ്സിലാക്കാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരിടത്ത് ജയിക്കുകയും ഒരിടത്ത് 2ാം സ്ഥാനത്ത് വരികയും 2 മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ, ആലപ്പുഴ 2 മണ്ഡലങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. മറ്റു പല സ്ഥലത്തും വലിയ മുന്നേറ്റം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അവർക്ക് വലിയ തോൽവിയുണ്ടായി. എങ്ങനെ വിലയിരുത്തുന്നു ബി ജെ പിയുടെ വളർച്ച? അത് കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം, ഇനി ഭാവിയിൽ ചെലുത്താൻ പോകുന്നത് അതെങ്ങനെയാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഈ മുന്നണി സമവാക്യങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസിനെയും സി പി എമ്മിനെയും അതെങ്ങനെ ബാധിക്കും? ഒന്ന് വിലയിരുത്താം. ഏതാണ്ട് 60 വർഷം മുമ്പാണ് 1965 നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു സംവിധാനം ഉണ്ടായത്. ഒന്ന് സി പി എം ഒറ്റയ്ക്ക് മത്സരിച്ചു. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം സി പി എം സി പി ഐ ആയി മാറിയതിന് ശേഷം സി പി എമ്മും സി പി ഐയും കോൺഗ്രസ്, പിന്നെ കേരള കോൺഗ്രസ് എന്ന രൂപീകരിക്കപ്പെട്ടിരുന്നു. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. ഈ പാർട്ടികളെല്ലാം ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായത് 1965 ഏതാണ്ട് കൃത്യമായിട്ടും 60 വർഷമാകുന്നു. ഇപ്പോൾ 67 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സപ്തകക്ഷി മുന്നണിയായി 7 കക്ഷികളെയും കൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് ഭരണത്തിൽ വന്നത്. അത് 2 വർഷം കൊണ്ട് തന്നെ ആ മുന്നണി സംവിധാനം പൊളിഞ്ഞു. അതിൽ നിന്ന് ഒരു സംഘം അടർന്നു മാറി. അങ്ങനെ വേറൊരു ഭരണ സംവിധാനം രൂപപ്പെട്ടു. അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ അതൊരു മുന്നണിയായിട്ട് മാറി. അവർ കോൺഗ്രസുമായിട്ട് ചേർന്നു. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു കഴിഞ്ഞ ശേഷം സി പി ഐ പൊതുവെ, സി പി എമ്മും തുടക്കത്തിൽ, ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെ 69 ഐതിഹാസികമായ ഒരു പിളർപ്പുണ്ട് കോൺഗ്രസ് 69. ആ പിളർപ്പിൽ ശേഷം സി പി എമ്മും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ നിലപാടാണ് പാർലമെൻറ്റിൽ എടുത്തിരുന്നത്. പക്ഷേ സി പി ഐ ശക്തമായി ഇന്ദിരാഗാന്ധിയുടെ കൂടെ തന്നെ ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതെ. പിന്നീടാണ് കേരളത്തിൽ 1980 ഈ സി പി ഐ തിരിച്ചു ചെല്ലുകയും, അപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഇവരങ്ങോട്ട് പോയത് ആരാ, പിന്നെ ഈ സി പി ഐ അങ്ങോട്ട് പോയത് ഇവരെ കൂടെ കൊണ്ടുവരാനാണ്. അന്ന് കോൺഗ്രസിലെ ആന്റണി വിഭാഗവും കെ എം മാണിയും അടങ്ങുന്ന മുന്നണി ആണ് 1980 ഇടതുപക്ഷം സി പി എമ്മിൻ്റെ നേതൃത്വം. അപ്പോൾ EMS തെരഞ്ഞെടുപ്പുകളിൽ EMS പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇവരങ്ങോട്ട് പോയത്, സി പി ഐ അങ്ങോട്ട് പോയത് ഇവരെ കൂടെ, ആരെ കൂടിയാണ്, ഈ ആന്റണിയെയും മാണിയെയും അടങ്ങുന്ന ജനാധിപത്യ ചേരിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവരെ അങ്ങോട്ട് പോയത്. ആ ഒരു ദശാബ്ദക്കാലം കേരളത്തിൽ നടന്ന സി പി എം സി പി ഐ സംഘർഷത്തിന് കണക്കില്ല. ആലപ്പുഴയിലൊക്കെ വലിയ സംഘർഷം നടന്ന രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഈ DGTA നേതാവായിരുന്ന സുധീന്ദ്രൻ സാറുണ്ട്, സി പി എമ്മിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകൻ ഹീരൻ സുധീന്ദ്രൻ എന്ന് പറയും, എൻ്റെ ഒരു സുഹൃത്തുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ സുധീന്ദ്രൻ സാറിൻ്റെ ഭാര്യ മീനാക്ഷി എന്ന് പറയുന്ന ഒരു മഹിളാ സംഘത്തിൻ്റെ വലിയ നേതാവാണ്. ആലപ്പുഴയിൽ സി പി എം സി പി ഐ സംഘർഷം അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് ഓർമ്മിപ്പിച്ചാൽ അത് രസിക്കുമോ എന്നറിയത്തില്ല. ചരിത്രമാണ് പറയുന്നത്. പക്ഷേ എത്ര രക്തസാക്ഷികളുണ്ടായിരുന്നു. സുധീന്ദ്രൻ സാറിനെ, അദ്ദേഹം DGTA സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. വീട്ടിന് മുമ്പിൽ വെച്ച് സി പി എം സംഘടനയുടെ ഭാഗമായിട്ട് വീട്ടിൽ മുമ്പിൽ ഇട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഈ അദ്ദേഹം ഹീരൻ ഇപ്പോഴും ഞങ്ങളുടെ ഇടയ്ക്ക് ബന്ധപ്പെടാണ്. അവരുടെ പുത്രൻ അജയ സുധീന്ദ്രൻ ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ താലൂക്ക് സെക്രട്ടറി ആണ്. ഇത്തെരഞ്ഞെടുപ്പിൽ മാറിയോ എന്ന് എനിക്കറിയില്ല. അതോ സമ്മേളനം നടക്കാതിരിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത്, അത്ര രൂക്ഷമായ സംഘടന ആണ് നടന്നുകൊണ്ടിരുന്നത്. അതുപോലൊരു രാഷ്ട്രീയ സംഘർഷം കേരളത്തിൽ ഒരു പ്രദേശത്തും നടന്നിട്ടില്ല. സി പി എം സി പി ഐ തമ്മിൽ ഈ 70കളിൽ നടന്ന സംഘർഷത്തെ പറ്റി അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോഴാണ് EMS അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത് ഇവരങ്ങോട്ട് പോയത് ഇവരെ കൂടി കൊണ്ടുവരാനാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം പിന്നെ 2 മുന്നണികളിങ്ങനെ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണല്ലോ ഈ നേരത്തെ ഭാരതീയ ജനസംഘം 52 തൊട്ട് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടും വേര് പിടിച്ചിരുന്നില്ല ഭാരതീയ ജനസംഘം എന്നുള്ളതാണ് സത്യം. അത്
കുറേ RSS പ്രവർത്തകർ, രാഷ്ട്രീയ സ്വയംസംഘ പ്രവർത്തകരുടെ ഒരു വർക്ക് കൊണ്ടല്ലേ എന്താ അവരുടെ ഫലമായിട്ട് അവരെ ചില പോക്കറ്റുകളിലൊക്കെ ഇങ്ങനെ ശ്രമിച്ചു, ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളൂ. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞ് വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയായി രൂപം കൊണ്ടതിന് ശേഷമാണ് അത് അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി വളർന്നു തുടങ്ങിയത്. അപ്പോഴത്തേക്ക് പിന്നെ അത് കേന്ദ്രത്തിൽ ജനതാ പാർട്ടി വന്നപ്പോൾ തന്നെ വാജ്പേയി, അഡ്വാനിയൊക്കെ പ്രധാന ചുമതല വഹിക്കുന്ന മന്ത്രിമാരായിരുന്നല്ലോ. അത് വർദ്ധിക്കുകയും അന്ന് പിന്നെ അടുത്ത ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് BJP 2 സീറ്റിലേ ജയിച്ചുള്ളൂ. ഒന്ന് ആന്ധ്രയിൽ നിന്നും ഒന്ന് ഗുജറാത്തിൽ അങ്ങനെ ജയിച്ചിരുന്നു. വാജ്പേയി അടക്കമുള്ളവർ തോറ്റുപോയി. അപ്പോൾ ഈ BJPയുടെ വളർച്ച കേരളത്തിൽ ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് വോട്ട് വർദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം ഇരു മുന്നണികളും വളരെ കൃത്യമായി ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ വോട്ടാണോ BJP പിടിക്കുന്നത്. 84 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. അന്ന് ഒന്ന് 2 സീറ്റ് ഈ ആന്ധ്രയിലും ഗുജറാത്തിലും മാത്രമാണ് ജയിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. അതിനുശേഷമാണ് ഈ 86 ശേഷമാണല്ലോ അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം ആരംഭിക്കുന്നതും അദ്വാനി രഥയാത്ര ആരംഭിക്കുന്നതൊക്കെ 87-88. അതായത് പിന്നെ ഒരു കൃത്യമായ ഒരു ഫോർമുല വിജയത്തിന് വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ BJP. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, അന്ന് 84 ഇത് നടക്കുമ്പോൾ പോലും കേരളത്തിൽ തിരുവനന്തപുരത്ത് അന്ന് കേരളവർമ്മ 1,10,000 വോട്ട് നേടി ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. ഞാൻ അന്ന് ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അല്ല, BJP അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ അങ്ങനെ അന്ന് ഞെട്ടിച്ചു. അന്ന് മുന്നണികളെ മാത്രമല്ല കേരളത്തിൽ ആകമാനം ഞെട്ടി. അന്നുകൊണ്ടാണല്ലോ തിരുവനന്തപുരം ഒരു ഭദ്രമായ സീറ്റ് എന്ന നിലയിലേക്ക് BJP പിന്നീട് ചിന്തിച്ച് തുടങ്ങിയതൊക്കെ ആ തെരഞ്ഞെടുപ്പ് ശേഷമാണ്. അല്ല, നമ്മൾ പറഞ്ഞത് അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJPക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട്, കാര്യമായ വോട്ട് കൂടുന്നുണ്ട് പല മണ്ഡലങ്ങളും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഒരേ പാറ്റേൺ അല്ല ഒരിക്കലും. അത് വെച്ച് നമ്മൾ കാണാൻ പറ്റില്ല. പിന്നെ ഈ കഴിഞ്ഞതിന് ശേഷം BJP ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷവും മോഡിയോട് ആഭിമുഖ്യമുള്ളവർ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ പലരും തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ വിശാരദന്മാരും അല്ലെങ്കിൽ ഈ അന്തിച്ചർച്ചകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നവരും ഒക്കെ അത് കൃത്യമായിട്ട് ഇങ്ങനെ ആ വോട്ടിൻ്റെ കണക്കുകൾ പറയുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് പിന്നെ രസകരമായൊരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ കൃത്യമല്ല ഈ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. BJPക്ക് കൃത്യമായി വോട്ട് കൂടുന്നുണ്ട്. പിന്നെ BJP A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ആകത്തില്ല ഇനിയും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ലളിതമായ ഒരു ഉദാഹരണമാണല്ലോ ഈ പാലക്കാടെന്ന് പറയുന്നത്. പാലക്കാട്ട് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. കോൺഗ്രസ് അതിന് വളരെ കൃത്യമായ ഒരു ഫോർമുല കണ്ടെത്തുകയും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതവർ ഒരു ഘടകമായി എടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിരവധി പേരെ നിർത്താൻ തയ്യാറെടുക്കുന്നുവെന്നാണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ യുവാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം സ്ഥാനാർത്ഥിത്വത്തിലും അത് പ്രതിഫലിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നെഹ്റു കുടുംബത്തിൻ്റെ സ്വാധീനം ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെട്ടെങ്കിലും, അല്ലെങ്കിൽ പിന്നെ നെഹ്റു കുടുംബം എന്ന ഒരു സംവിധാനം കൊണ്ട് കോൺഗ്രസിൻ്റെ സ്വാധീനം മൊത്തത്തിൽ ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പ്രാദേശിക പാർട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് പറ്റത്തില്ല എന്നൊരവസ്ഥയുണ്ട്. അവിടെ ഇപ്പം ബംഗാളിലാണെങ്കിൽ നല്ല തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവണം. അങ്ങനെ അല്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ പോലും നോർത്ത് ഇന്ത്യയിൽ അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളവും കർണാടക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അവർക്ക്. അതിൽ തന്നെ തമിഴ്നാട് ഒരു കാരണവശാലും പറ്റത്തില്ല. കാരണം അത് DMKയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദ്രാവിഡ പാർട്ടികളുടെ ഇതിൽ ചേർന്ന് മാത്രമേ കോൺഗ്രസിന് പറ്റത്തുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിക്ക്, ഞാൻ ഈ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വൈകാരികമായ വോട്ടല്ലേ. അത് സത്യൻ മുഖേരി തന്നെ, ഈ എതിർ സ്ഥാനാർത്ഥിയായ സത്യൻ മുഖേരി തന്നെ വിഷമത്തോടെ പറഞ്ഞത് ഇങ്ങനെ വൈകാരികമായിട്ട് ജനം ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി MP എന്ന്, വയനാട് MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പെർഫോമൻസിനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നില്ല. വയനാട് MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു വലിയ വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വയനാട്ടിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രളയ ദുരന്തം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഒന്നുമില്ല. ആ അർത്ഥത്തിൽ അതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നു. അല്ലെങ്കിലും ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നൊന്നുമല്ല. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ അത് കേരളത്തിൽ പൊതുവേ
നെഹ്റു കുടുംബത്തിനോടുള്ള ഒരു വൈകാരികമായ അടുപ്പം. അതോടൊപ്പം ഇത്തവണ ഈ മുനമ്പം പ്രശ്നം വളരെ കത്തി നിന്ന ഒരു അവസരത്തിലാണ് മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത്. ഈ മുനമ്പം പ്രശ്നത്തിൽ ക്രൈസ്തവർ മൊത്തമായി BJP ക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്തേക്കുമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ പറയുകയും ചെയ്തിരിക്കാം. കുറേ വോട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ വെല്ലുന്ന വിധത്തിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇടപെടൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബാധിക്കാനാണ് സാധ്യത. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് കാസർഗോഡ് പോലെ വരെ ബാധിക്കും. അപ്പം അതുകൊണ്ടാകത്തില്ല. BJP യെ സംബന്ധിച്ചിടത്തോളം എന്നാൽ നമ്മൾ ചേലക്കരയിലെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥിക്ക് 10,000-ഓളം വോട്ട്, 9,900 വോട്ടോളമാണ് കൂടുതലായി കിട്ടി. അദ്ദേഹം അത്ര വലിയ നേതാവൊന്നുമല്ല, ഒരു പ്രാദേശിക നേതാവാണ്, പഞ്ചായത്ത് മെമ്പറാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അപ്പം ഈ BJPയുടെ ഈ അവിടെയും ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ ഈ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് മണ്ഡലത്തിന് പുറത്തു നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി സ്ഥലത്തുള്ള അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളവരെ ചെറുപ്പക്കാരെയും ഒക്കെ നിർത്താനുള്ള ഒരു ഇതുണ്ടായെങ്കിൽ മാത്രമേ BJPക്ക് കിട്ടൂ. BJPക്ക് ഒരു സീറ്റിലേക്ക് എടുക്കാൻ കഴിയും. എന്തായാലും BJPക്ക് ചുണ്ടിനും കപ്പിനും ഇടയിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നല്ലാതെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞാൻ അവരുടെ ശക്തി ഒട്ടും കുറച്ച് കാണുകയല്ല. BJP പല മണ്ഡലങ്ങളിലും, പല അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടുതൽ ലഭിക്കും. ഇവർ ഇപ്പോൾ പറയുന്ന A ക്ലാസ് മണ്ഡലത്തിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ഒരു A ക്ലാസ് മണ്ഡലം പോയല്ലോ, പാലക്കാട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും എന്തായാലും തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ട്. നമ്മളത് പിന്നെ ഈ പ്രിയങ്ക ഘടകം എന്ന് പറയുന്നത് അതൊക്കെ നമ്മളെ നിഷ്പക്ഷമായ കാര്യങ്ങൾ ചേർന്ന് ചിന്തിക്കുന്നവർക്ക് അതൊക്കെ ചേർത്ത് വായിക്കാം. കൃത്യമായി രാഷ്ട്രീയ പാർട്ടിയും അഭിപ്രായവും ഒക്കെ ഉള്ളവർക്ക് അവർ ചേർന്നല്ലേ പറയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP ക്രമാനുഗതമായി വോട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ വിജയം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെടുന്നു. A ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. ഈ പറയുന്നത് പോലെ ഇപ്പോൾ നിലവിലുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ ചിലപ്പോൾ പുറകിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് എൻ്റെ ചോദ്യം, കേരളത്തിൽ BJPയുടെ ഈ മുന്നേറ്റം തകർക്കുന്നത് ആരെയാണ്? LDFനെയാണോ UDFനെയാണോ? സാധാരണഗതിയിൽ LDFനെയാണ് തകർക്കുന്നത്. കാരണം അത് സ്വാഭാവികമല്ലേ? കാരണം നമ്മളാ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടത് അതല്ലേ. LDFൻ്റെ വോട്ട് ബാങ്കുകളിലാണല്ലോ വോട്ട് കയറി പിടിച്ചിരിക്കുന്നത്. കായംകുളം മണ്ഡലത്തിൽ തന്നെ ഇപ്പം ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് അത് 2ാം സ്ഥാനത്തെത്തി ശോഭാ സുരേന്ദ്രൻ അല്ലേ. ആലപ്പുഴയിലെ കായംകുളം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ അവർ 2ാം സ്ഥാനത്തെത്തി. പിന്നെ അവരൊരു വോട്ട് പുള്ളറാണ് എപ്പോഴും. അത് അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അവരെ ഒരു വോട്ട് പുള്ളറായ അവരെ എന്തുകൊണ്ട് ഒന്നിലേറെ സ്ഥലങ്ങൾ നിർത്താത്തതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയമുള്ളതാണ്. പക്ഷേ ഇത് പിന്നെ ഇത് സ്വാഭാവികമല്ലേ. കേരളത്തിൽ കമ്മ്യൂണിറ്റി ബേസ് പറഞ്ഞാൽ ഈഴവ വോട്ടുകളാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഉള്ളതും അങ്ങനെയായിരുന്നല്ലോ. അവിടെയാണല്ലോ അതിപ്പം ശ്രീനാരായണ BJP കടന്നു കയറി എന്നാണ് അങ്ങ് പറയുന്നത്. അവിടേക്കാണ് BJP കടന്നു കയറിയിരിക്കുന്നത്. കടന്നു കയറിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കോൺഗ്രസ് ഇപ്പം സാമുദായിക അടിസ്ഥാനത്തില്ല. കോൺഗ്രസിനെ പറ്റി പറഞ്ഞാൽ നായർ സമുദായത്തിൽപ്പെട്ട കുറേയേറെ പേര്, പക്ഷേ അവർക്കത് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് കൃത്യമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കേരളത്തിൽ കഴിയുന്നുണ്ട്. കേരളത്തിൽ ഒരു കൃത്യമായും ക്രിസ്ത്യൻ സമുദായങ്ങളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നത് അത്രയും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്ലസ് BJP എന്ന ഒരു ഇക്വേഷൻ വർക്കൗട്ട് ചെയ്തു. ഒരു ഫോർമുലയാണ് വർക്കൗട്ട് ചെയ്തത്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി നേരത്തെ അവിടെ മത്സരിച്ചത് വീണ്ടും മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു പരിവേഷം, ഇതൊക്കെ ഘടകങ്ങളാണ്. അവരത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സുരേഷ് ഗോപി എന്ന നടനും ആ വ്യക്തിത്വവും പ്ലസ് BJPയുടെ സംഘടനാ സംവിധാനവും RSSന്റെ സംഘടനാ സംവിധാനവും ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ തൃശ്ശൂരിൽ ഒരു മികച്ച വിജയം ഉണ്ടായി. ഇത് ചെറിയ വിജയമല്ല ഉണ്ടായത്. പിന്നെ 75 ലക്ഷത്തിന് മേളിലേക്ക് ഭൂരിപക്ഷം പോയി എന്ന് പറഞ്ഞാൽ അത് 75,000 വോട്ടിന് മേളിലേക്ക് ഭൂരിപക്ഷം പോയി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് പുറകെ തന്നെ പുറത്തു വരുന്നു സുരേഷ് ഗോപിയും BJPയുമായിട്ടുള്ളത്. ഇത് ജനത്തിൻ്റെ ഇമ്പ്രഷനാണല്ലോ പ്രശ്നം. അതെ, നമ്മളെ മനുഷ്യർക്ക് ഇത് കാണുമ്പോൾ എവിടെയോ ചീഞ്ഞ് നാറുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒഴിവാക്കാൻ അവർക്ക് അന്നേരം ആ സമയത്ത് പോലും കഴിയുന്നില്ല. അല്ല, ഇത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം, ഈ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വിജയം നഷ്ടപ്പെടുന്നു, A ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നു, വോട്ട് വർദ്ധിക്കുന്നു, ഇതൊക്കെ ആയിട്ടും BJPക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നില്ല. എവിടെയോ വെച്ച് കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. വാസ്തവത്തിൽ ഇതിന് ആരാണ് ഉത്തരവാദി? BJP എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണോ,
അതോ BJPയുടെ നേതാക്കളാണോ? എന്താണ് വാസ്തവത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദി? BJPയുടെ സംഘടനാ സംവിധാനത്തിൽ BJPയുടെ നേതൃത്വം കേരളത്തിൽ അടുത്ത കാലങ്ങളിലൊക്കെ നേതാക്കൾ മോശം എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ല. ഓരോരുത്തർക്കും അവരുടേതായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം, പക്ഷേ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നേതൃത്വത്തിന് പങ്കുണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർ ഏറ്റവും പങ്ക്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളമാണ് എന്ന് ഇടതുപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്ന ഒരു വാക്യമുണ്ട്. അത് വെച്ചല്ല നമ്മൾ പറയുന്നത്. ഇവിടെ പിന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഹിന്ദുത്വം എന്നതിനപ്പുറത്തേക്ക് സാമുദായിക സംഘടനകളുടെ നായർ സർവീസ് സൊസൈറ്റി ആയാലും ശ്രീനാരായണ സമപരിപാലന യോഗമാണെങ്കിലും പിന്നെ പുലയ മഹാസഭയാണെങ്കിലും അങ്ങനെ സാമുദായിക അടിസ്ഥാനത്തിൽ സമുദായത്തിലെ സമുദായത്തിലെ ഈ അസന്തുലിതാവസ്ഥകളെ അല്ലെങ്കിൽ സമുദായത്തിലെ പിന്നെ തെറ്റായ നീക്കങ്ങളെ ഇതൊക്കെ സാമുദായിക സംഘടനകൾ വഴിയാണ് ഒരു വലിയ പരിധി വരെ പരിഹരിച്ചത് ഇവിടെ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ നേതൃത്വം അതാണ് ഇവിടെ തുടരുന്നത്. ഇപ്പോഴും നായർ സർവീസ് സൊസൈറ്റിക്കും SNDP യോഗത്തിനും പുലയ മഹാസഭയ്ക്കായാലും ബ്രാഹ്മണ സഭയ്ക്കായാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു വലിയ പുരോഗമനം ഒരർത്ഥത്തിൽ ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വർദ്ധിച്ച് സ്വാധീനമുണ്ടാക്കി പോരാട്ടങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ് കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളിലും നടന്ന ഇടപെടലുകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. അല്ലെന്നൊന്നും നമുക്ക് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. അതേസമയം സാമുദായിക അടിസ്ഥാനത്തിൽ ഈ പിന്നെ പരിഷ്കരണ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. ആ പരിഷ്കരണ ശ്രമങ്ങളാണ് തുടർച്ചയായി പോകുന്നത്. അതിനെ ഹിന്ദുത്വ എന്ന ഒരു കാര്യം കൊണ്ട് അതിനെ കയറി ഹിന്ദുത്വം എന്ന ആശയം കൊണ്ട് അതിലേക്ക് കടന്നു കയറി ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു വലിയ BJPക്ക് അങ്ങനെ ഒരു കുറവുണ്ട്. അത് വേണ്ട രീതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് പോലെ ഇവിടെ സംഭവിക്കുന്നില്ല. ഇത് കേരളമാണെന്ന് പറയുന്നത് ശരിയാണ്. കാരണം അങ്ങനെയാണ്. കാരണം ഇതാണ്. അപ്പോൾ ആ സാമുദായിക സംഘടനകൾക്കുള്ള ബലം, സാമുദായിക സംഘടനകൾക്കുള്ള സമുദായത്തിനിടയിലുള്ള സ്വാധീനം, അതിനെ വെല്ലി ഇവരെ ഒരു സംവിധാനമാക്കാൻ എത്ര ശ്രമിച്ചാലും ഒറ്റ വരിയിൽ പറയാം. അതായത് സാമുദായിക സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വം എന്ന ആശയത്തിന്റെ കീഴിൽ അവരെ ഒരുമിപ്പിച്ച് നിർത്തി ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാൻ ഇപ്പോഴും BJPക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതാണ് BJPയുടെ ഈ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന്റെ, വിജയം കയ്യിൽ നിന്ന് വഴുതി പോകുന്നതിന്റെ പ്രധാന കാരണം. ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം BJP വോട്ട് സമാഹരിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്. ഇടതുപക്ഷത്തിനാണ്. അത് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവരും ഹിന്ദുത്വം എടുത്ത് പയറ്റാൻ തുടങ്ങി. ഇപ്പൊ തന്നെ കൃത്യമായിട്ടും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ DYFI കേരളത്തിലുടനീളം സമരത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും DYFI നടത്തുന്നുണ്ട്. പണ്ട് മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ഇടപെടാറുള്ളായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് അവരങ്ങ് ഇടപെട്ടിരിക്കുകയാണ്. DYFI എല്ലാവർക്കും മനസ്സിലായി, അപകടം മനസ്സിലായി. അതാണ്. എന്തായാലും നമുക്ക് ഈ കേരളത്തിലെ BJPയുടെ ഈ ഒരു പരാജയത്തിൻ്റെ പരിഹാരം, ഇത് പരിഹരിച്ച് വിജയത്തിലേക്ക് എത്താൻ നേതൃത്വവും പാർട്ടിയും അതിൻ്റെ സംഘടനാ സംവിധാനവും കേന്ദ്ര നേതൃത്വവും ഒക്കെ കൂട്ടായി പരിശ്രമിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. BJPക്ക് ജയിക്കണമെങ്കിൽ അതേ മാർഗം. അപ്പോൾ അത് അവർ നോക്കട്ടെ. അവരെ പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്ന് LDFും നോക്കട്ടെ, CPMും നോക്കട്ടെ. എന്തായാലും അക്രമമൊന്നും ഒരു പരിഹാരമല്ല. അങ്ങനെ ഇനി CPMന് വിജയിക്കാൻ സാധിക്കില്ല. ആർക്കും ജയിക്കാൻ സാധിക്കും. കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നടക്കത്തില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോധ്യപ്പെടുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ വിജയിക്കാൻ കഴിയും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വിജയം കൊയ്യട്ടെ, അതല്ലേ വേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച് വിജയിച്ചു വരട്ടെ, ജനങ്ങളുടെ സമ്മതിദാനം നേടി വിജയിച്ചു വരട്ടെ. BJPക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.